ഹായ് ഗൈസ്. ഇന്നത്തെ ടോപ്പിക് വന്നിട്ട് ആർട്ട് ഓഫ് ലെറ്റിംഗ് ഗോ, അതായത് വിട്ടുകൊടുക്കാൻ അല്ലെങ്കിൽ വിട്ടുകളയാൻ അനുവദിക്കൽ. അത് ചില ഓർമ്മകളായിക്കോട്ടെ, സ്വപ്നങ്ങളായിക്കോട്ടെ, വസ്തുക്കളായിക്കോട്ടെ, നമുക്ക് വിട്ടുകൊടുക്കാൻ അനുവദിക്കുക എന്നത് എത്രമാത്രം പ്രധാനമാണെന്നുള്ളൊരു കൺസെപ്റ്റാണ്. ഇപ്പം ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, ഒരാളുടെ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളുടെ വിയോഗം, അല്ലെങ്കിൽ നമ്മൾ അത്രയും സ്നേഹിച്ചിരുന്ന ഒരാൾ പെട്ടെന്ന് നമ്മളിന്ന് മാറിപ്പോവുക. അതൊരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇപ്പോഴും നമ്മളിൽ പലരും ആ ഒരു മുറിവെന്ന് തന്നെ അതിനെ പറയാം, ആ ഒരു മുറിവ് പേര് നടക്കുന്നവരാണ്. അതായത് ഞാനന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇതിങ്ങനെ സംഭവിക്കത്തില്ലായിരുന്നു, അല്ലെങ്കിൽ സ്വയമേ എല്ലാം പഴിചാരി ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു എൻ്റെ ജീവിതം, ഇങ്ങനെ ഞാൻ ചെയ്തില്ലായിരുന്നെങ്കിൽ, ഇങ്ങനെയൊക്കെയുള്ള കുറേ ചിന്തകളാൽ മൂടപ്പെട്ട് കിടക്കുന്നുണ്ടാവും അല്ലേ. അപ്പം ഈ ലെറ്റിംഗ് ഗോ എന്ന് വെച്ചാൽ നമ്മൾ വിട്ടുകൊടുക്കൽ അല്ലെ വിട്ടുകളയൽ എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ ഇത്തരം ചിന്തകളെയാണ്. ഇപ്പം നമുക്ക് കുറേ വർഷമായിട്ടൊരു സുഹൃത്തുണ്ടായിരുന്നു, നമ്മൾ അത്രയും ട്രസ്റ്റ് ചെയ്ത് അത്രയും കൂടെ നടന്ന ഒരു സുഹൃത്ത് പെട്ടെന്ന് വേറൊരാൾ നമ്മളെക്കുറിച്ച് പറഞ്ഞത് കേട്ടിട്ട്, അല്ലെങ്കിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിൽ അയാൾ നമ്മളെ തള്ളിപ്പറഞ്ഞു. ആ സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന വേദന എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ആളെ വിട്ടേക്കുക, ആളുടെ വഴിക്ക് വിട്ടേക്കുക. ആൾക്ക് മനസ്സിലാവുന്ന ഒരു സമയം ഉണ്ടെങ്കിൽ ആൾ തിരിച്ചു വരട്ടെ. നമ്മളെ വേദനിപ്പിച്ച ഒരു സ്ഥലത്തുനിന്ന്, അല്ലെങ്കിൽ നമ്മളെ ഒരു ഹേർട്ട് ഫീലിംഗ് ഉണ്ടായ ഒരു സ്ഥലത്തുനിന്ന് അവിടെ നിന്ന് അതിനു വേണ്ടി വാദിക്കാണ്ട്, അത് നമ്മുടെ എനർജിയും കൂടെ വേസ്റ്റ് ചെയ്യാണ്. അപ്പം അതിനു വേണ്ടി വാദിക്കാണ്ട് അതിനെ ഓക്കെ, ലെറ്റ് ഇറ്റ് ഗോ എന്ന് നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക. നമുക്കുള്ളതാണെങ്കിൽ നമുക്ക് തന്നെ അത് വരും, അത് ഏത് രീതിയിലാണേലും. അതിപ്പോൾ ഒരു ജോലി ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അത് നമുക്കുള്ളതാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിൽ തന്നെ എത്തിയിരിക്കും. അല്ല, നമ്മുടെയൊക്കെ ഉള്ളതല്ല, അല്ലെങ്കിൽ അത് ശാശ്വതമല്ല എന്നൊക്കെ പറയൂലേ, അങ്ങനെയാണെങ്കിൽ അത് പോവും. അത് നമ്മൾ എത്ര പിടിച്ചു നിർത്തിയാലും, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഒരു റിലേഷൻഷിപ്പിൽ ആ ആളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മളെല്ലാം ചെയ്തു കൊടുക്കുകയാണ്. നമ്മളെ തന്നെ മറന്ന് ആളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മുടെ എഫേർട്ട്, നമ്മുടെ എനർജി ഇട്ട് ആൾക്ക് വേണ്ടിയിട്ടെല്ലാം ചെയ്തു കൊടുക്കുകയാണ്. ആൾ നമ്മളെ വാല്യൂ ചെയ്യുന്നില്ല, പക്ഷെ ആളുടെ സ്നേഹം നമുക്ക് വേണം. ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ എന്താ പറയുക, ആ ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആളെ പിടിച്ചു നിർത്തുകയാണ്. അല്ലെ, ആ ഒരു സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അത്രയും എന്താ പറയുക, നമ്മൾ സഫർ ചെയ്യാണ്. അപ്പോൾ ഇത് പേഴ്സണലി നമ്മുടെ ഹെൽത്തിനെയാണ് ബാധിക്കുന്നത്. നമ്മളത് ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവില്ല, ഓക്കെ ആൾക്ക് വേണ്ടിയിട്ടല്ലേ എന്നുള്ള ആ ഒരു ഇതിൻ്റെ പേരിൽ നമ്മൾ വിട്ടുകളയും. പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. കാര്യം നമ്മുടെ മെൻ്റൽ ഹെൽത്ത്, നമ്മുടെ എന്താ പറയുക, ഒരു സമാധാനം, അതൊരിക്കലും വേറൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല. ഈ ലെറ്റിൻ ഗോ എന്ന് പറയുന്നത് ഒരു ദൗർബല്യമായിട്ട് ഒരിക്കലും കണക്കാക്കേണ്ട ആവശ്യമില്ല. അതൊരു ആർട്ടാണ്. നമുക്ക് നമ്മളോട് തെറ്റ് ചെയ്തവരോട് നമുക്ക് ക്ഷമിക്കാൻ പറ്റുക എന്ന് പറയുന്നത് നമ്മൾ പറയും അതൊരു വലിയ കാര്യമാണെന്നുള്ളത്. ഈവൻ ആ ആളുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോഴത്തേനും നമുക്ക് ഇപ്പം ആൾ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ അടുത്ത് അങ്ങനെ ബിഹേവ് ചെയ്തത്, ഇതൊരു മോഡേൺ ടെക്നിക്കൊക്കെ ആയിട്ട് പറയപ്പെടും. അതായത് ആളുടെ ചെയറിൽ നിന്ന് നമ്മൾ ചിന്തിക്കുകയാണ്, അല്ലെങ്കിൽ പോട്ടെ ആൾ ഇനി തിരിച്ചു വരത്തില്ല, നമ്മുടെ അടുത്ത് വഴക്കുണ്ടാക്കി പോയൊരു വ്യക്തി, ഈവൻ ഫ്രണ്ട് ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ, നമ്മുടെ അടുത്ത് പിണങ്ങി പോയൊരു വ്യക്തി, ആളുടെ സ്ഥാനത്ത് നിന്ന് നമ്മളോട് തന്നെ സംസാരിക്കാം. ഞാൻ ഇന്ന കാരണത്താലാണ് ഇവിടുന്ന് പോയത്, സോ എനിക്കിനി വരാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ഇതൊക്കെയാണ് കാരണം, സോറി. അതവിടെ പറഞ്ഞ് നമ്മൾ തന്നെ നമ്മളോട് പറഞ്ഞു നിർത്തുക. ഇത്തരത്തിലുള്ള നമ്മുടെ മനസ്സിലുള്ള ഇങ്ങനത്തെ കെട്ടുകളെ നമ്മൾ പതിയെ അഴിക്കണം. അല്ലാതെ അതൊക്കെ മുറുക്കി പിടിച്ചുകൊണ്ട് വെച്ച് നമ്മളൊരു കനലാണ് കൊണ്ടു നടക്കുന്നത്. അപ്പം എന്തിനാണ് സ്വയം ഇങ്ങനെ നീർത്തിയിരുന്നത്? അതങ്ങ് കെടുത്തി അതിനെ ഒരിച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് നമ്മളൊന്ന് ശാന്തമാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സമാധാനത്തോടെ ഇരുന്നൂടെ? അല്ലെങ്കിൽ ഇപ്പം ഈ ഒരു കാര്യത്തെ മനസ്സിൽ വിചാരിച്ചിരിക്കുമ്പോഴത്തേനും എന്ത് ചെയ്യുമ്പോഴും എന്ത് കാര്യം നോക്കുമ്പോഴും ഈ ഒരു ചിന്ത മനസ്സിലുണ്ടാവും. ഇപ്പം നമ്മൾ പറയാറുണ്ട്, വഴക്കിട്ടിട്ടാ വീട്ടിൽ നിന്ന് വരുന്നെങ്കിൽ അന്ന് എല്ലാവർക്കും കോളായിരിക്കും. മീൻസ് സ്കൂളിലൊക്കെ ആണെങ്കിൽ ടീച്ചേഴ്സ് വീട്ടിൽ വഴക്കിട്ടിട്ടാ വരുന്നെങ്കിൽ അന്ന് കുട്ടികളെല്ലാം ഇട്ട് ദേഷ്യപ്പെടുന്നു. അതെന്തുകൊണ്ടാണ് അവരങ്ങനെ ചിന്തിക്കാൻ കാരണം? ആ ഒരു പോയിന്റ് എപ്പോഴും അവരുടെ മനസ്സിലും കയറി കൂടിയിട്ടുണ്ട്. ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ പേറി നടക്കുന്നവരാണ് നമ്മളിൽ പലരും. ഇതൊന്നും ആരും ഒരിക്കലും ചിന്തിക്കുന്നില്ല. ശരിക്കും ഈ ഓർമ്മകളാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലാതെ വ്യക്തികളോ അല്ലാതെ എന്താ പറയുക വസ്തുക്കളോ അങ്ങനെയുള്ള ഒന്നുമല്ല. ഈ ഒരു ചിന്തയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം. ഓർമ്മകൾ മാത്രമാണ് നമുക്കിവിടെ കൂടെയുള്ളത്. സോ അപ്രീഷിയേറ്റ് ദ പാസ്റ്റ്
വിത്തൗട്ട് ഫോഴ്സിങ് ദ പ്രസൻറ്റ് ടു ബി ദ സെയിം. നമുക്ക് സംഭവിച്ചത് ഇതുവരേക്കും സംഭവിച്ചു, അതിനപ്പുറത്തോട്ട് അതിനെ എല്ലാം നമ്മൾ നന്ദിയോടെ തന്നെ നമ്മളതിനെ സ്വീകരിച്ചു. ഇനി മുന്നോട്ട് എങ്ങനെ, അതാണ് നമ്മൾ നോക്കേണ്ടത്. ഇതുവരെയുള്ള നമുക്ക് ഉണ്ടായ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ പഠിച്ച പാഠങ്ങൾ അതിനെ മാത്രം മുന്നോട്ട് കൊണ്ടുപോവുക. അല്ലാണ്ട് ഓക്കെ അവരന്ന് എന്നോട് അങ്ങനെ ചെയ്തു, ഓക്കെ ഞാൻ ഇനി തിരിച്ച് പക വീട്ടാൻ പോവാ, അല്ലെങ്കിൽ അവൻ എങ്ങനെ വരട്ടെ, അത് നന്നായി, എന്നെ അന്ന് ദ്രോഹിച്ചല്ലേ, അവനത് കിട്ടട്ടെ, ഇങ്ങനെയുള്ള ചിന്താഗതികളൊന്നും നമ്മൾക്ക് ആവശ്യമില്ല. അതായത് ഇതും ഈ പറഞ്ഞ പോലെ ഒരു കനൽ കൊണ്ടു നടക്കുന്ന രീതിയാണ്. വാശി വൈരാഗ്യത്തിനും ഒന്നും വേണ്ടിയിട്ടല്ല, നമുക്ക് നമ്മളോട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണിത്. നമ്മളെല്ലാ കാര്യങ്ങളോടും ക്ഷമിച്ച് എല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളത്. അതേപോലെ ചില വിട്ടുകളയൽ അത് നമ്മുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്കും എത്രമാത്രം പ്രധാനമാണെന്നറിയോ. അത് വൺസ് നിങ്ങളും പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്കും അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവും. സോ ഇനിയും നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെ പിടിച്ചു വെച്ചിട്ടുള്ള വിഷമങ്ങളോ മുറിവുകളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ലെറ്റ് ഇറ്റ് ഗോ. അത്രേ ഉള്ളൂ. താങ്ക് യു. ബൈ.